ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് ഒരു 5 മിനിറ്റ് സ്നാക്ക് റെസിപ്പിയാണ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർ ഈസിയാണ്, അതേപോലെ തന്നെ സൂപ്പർ യമ്മിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുക. ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്നും കളയുന്നില്ല, കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഈ സൈഡ് ഭാഗം ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഇവിടെ ഇത്രയും ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബട്ടർ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെളിയിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും ഇതുപോലെ. എന്നാലാണ് നമുക്ക് ബ്രെഡിൽ നല്ല ഈസി ആയിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ ചെയ്യാം. എന്നാലാണ് അത് ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡിൽ നമ്മൾ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. നമ്മൾ ഓൾറെഡി ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരിഞ്ഞു പിടിക്കും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടിയിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തോളൂ കേട്ടോ. അതല്ല, ആവശ്യത്തിന് ബട്ടർ ബ്രെഡിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. ഇപ്പോൾ തവ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പഞ്ചസാര ഈ ബ്രെഡിൻ്റെ മേലെ ഒന്നിങ്ങനെ വിതറി കൊടുക്കാം. മധുരമൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വിതറി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. പഞ്ചസാര സ്പ്രെഡ് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലേക്കും ആവണം കേട്ടോ, കോർണറിലൊക്കെ ആവണം. എന്നല്ല നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ. പഞ്ചസാര ഒരു സൈഡിൽ മാത്രം ഇട്ടാൽ മതി, അടുത്ത സൈഡിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കാച്ചിയ പാലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിനകത്ത് ഇരുന്ന് കുക്കായിക്കോളും. ചൂടാകുമ്പോൾ അത് കുക്കായിക്കോളും. നമ്മൾ വളരെ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. ഇതുപോലെ സ്പൂണിലെടുത്ത് നമുക്ക് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഒരു സ്ലൈസിനകത്ത് ഒഴിക്കാൻ കേട്ടോ. ബ്രെഡ് നല്ല ഇങ്ങനെ സോഗി ആയിട്ട് ഇരിക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ആവുക. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡായിരിക്കും നമുക്ക് കിട്ടുക. പാലും അതേ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരും. അന്നേരത്തേക്ക് നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി കരിയാനൊന്നും നിൽക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഈ സൈഡിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, പഞ്ചസാരയും പാലും ഒന്നും ഒഴിക്കേണ്ട. നമ്മൾ ഓൾറെഡി അടുത്ത സൈഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും ടോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ബ്രെഡും പാലും ആ ഒരു കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്യുക. മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.